आज हम 8वीं कक्षा के पहले इकाई का दूसरा पाठ यानी ज्ञान मार्ग नामक एकांगी का चर्चा करेंगे। एकांगी माने एक अंग में पूरा होने वाला नाटक, वन एक्ट प्ले। एक एकांगी डॉक्टर असगर वजागर नामक लेखक ने लिखा है। उनके बारे में पाठ्यपुस्तक में दिया गया है। उनका जन्म उत्तर प्रदेश के ഫത്തേപൂർ में हुआ है। അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ എന്ന സ്ഥലത്താണ്। उन्होंने अलीगढ़ मुस्लिम विश्वविद्यालय से PhD तक की पढ़ाई की। അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD വരെ അദ്ദേഹം പഠനം നടത്തി। उनके लेखन में 3 कहानी संग्रह, 4 उपन्यास, 6 नाटक और कई अन्य रचनाएं शामिल है। അപ്പോൾ നിരവധി കഥകള്, നോവലുകള്, നാടകങ്ങള് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്। അപ്പോൾ उनके नाटकों का देश भर में मंचन हुआ है। അദ്ദേഹത്തിന്റെ നിരവധി നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്। അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്। അപ്പം നമുക്ക് നേരെ പാഠത്തിലേക്ക് വരാം। ഗ്യാൻ മാർക്ക് എന്ന നാടകം। 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं। तीनों घने जंगल से गुजर रहे हैं। അപ്പോൾ 3 രാജകുമാരന്മാർ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവര് വനത്തിലൂടെ അവര് വീട്ടിലേക്ക് മടങ്ങുകയാണ്। രാജകുമാർ ഏക്, അതിലെ രാജകുമാരൻ ഒരാൾ പറയുകയാണ്। 3 രാജകുമാരന്മാരാണ് ഉള്ളത്। അവർ ഗുരുകുലത്തിൽ പഠനം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്। ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നടന്നിരുന്ന വിദ്യാഭ്യാസ രീതിയാണ്। അപ്പോൾ ഗുരുവിനോടൊപ്പം താമസിച്ച് പഠിക്കുക, വിദ്യ പൂർത്തിയായതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയും ജീവിതത്തിന്റെ വിവിധ മേഖലയിലേക്ക് കടക്കുകയുമാണ് ചെയ്യുക। അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം അവർ മടങ്ങുകയാണ്। അപ്പോൾ ഈ മടങ്ങുന്ന അവസരത്തിൽ അവർ തമ്മിൽ കാട്ടിലൂടെ പോകുമ്പോൾ അവർ നടക്കുന്ന സംഭാഷണമാണ് നമുക്കിവിടെ ഏകാംഗി രൂപത്തിൽ നൽകിയിരിക്കുന്നത്। അപ്പോൾ നമുക്ക് നോക്കാം। राजकुमार एक, हम तीनों इस बात पर गर्व कर सकते हैं कि हमारे ज्ञान प्राप्त कर लिया है। तो ഒരു രാജകുമാരൻ പറയുകയാണ്, നമുക്ക് 3 പേർക്കും അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ അറിവ്, ജ്ഞാനം നേടിയിരിക്കുകയാണ്। അപ്പോൾ രണ്ടാമത്തെ രാജകുമാർ, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है। ലോകത്തിലെ എത്രയോ കുറച്ച് ആളുകൾക്കാണ് ഈ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത്। രാജകുമാർ 3, पर हम सबका ज्ञान बराबर नहीं। ഇപ്പൊ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, നമ്മൾ 3 പേരുടെയും അറിവ് തുല്യമല്ല, ബരാബർ നഹി। രാജകുമാർ ഏക്, ക്യാ മത്ലബ് ഹേ തുമാരാ? നീ എന്താണ് ഈ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? രാജകുമാർ 3, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹെ. എന്റെ അറിവ് നിങ്ങൾ 2 പേരെക്കാൾ അധികമാണ്। രാജകുമാർ ഏക്, कैसी मूर्खता वाली बातें कर रहे हो? मैं तुम लोगों से बड़ा हूं, मेरे ही पास ज्यादा ज्ञान है। അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയുകയാണ്, എത്ര മൂർഖതാപൂർവം വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നിങ്ങൾ 2 പേരെക്കാളും വലിയ ആള് ഞാനാണ്, അതുകൊണ്ട് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ അറിവ് ഉള്ളത്। അപ്പൊ രാജകുമാർ 2, मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरा ज्ञान तुम दोनों से ज्यादा है। അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു,
ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ട് തന്നെ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെക്കാൾ അറിവുള്ള ആള് ഞാനാണ് എന്ന് പറഞ്ഞു. राजकुमार एक मेरे पिता बहुत बड़े ज्ञानी हैं, उनका पुत्र होने के नाते मैं तुम दोनों से ज्यादा विद्वान हूं. അപ്പോ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, എന്റെ പിതാവ് വലിയ ഒരു ജ്ഞാനിയാണ്. അതുകൊണ്ട് ആ ജ്ഞാനിയായ പിതാവിന്റെ പുത്രനായതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരേക്കാൾ അറിവുള്ള ജ്ഞാനിയായിട്ടുള്ള ആള് ഞാനാണ് എന്ന്. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയുകയാണ്, പിതാസെ ക്യാ ഹോത്താ ഹൈ, മേരി തോ മാതാജി ദേശ് की मानी हुई विदुषी है, मैं उनके पेट में 9 महीने रहा हूं, तुम दोनों मेरा मुकाबला नहीं कर सकते. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ പറയുകയാണ്, എന്റെ മാതാവ് ഒരു വിദുഷിയാണ്, വളരെ പണ്ഡിതയായ ഒരു സ്ത്രീയായിരുന്നു. ആ പണ്ഡിതയായ സ്ത്രീയുടെ വയറ്റിൽ 9 മാസം ഞാൻ വസിച്ചു. അതിനുശേഷമാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെക്കാളും ജ്ഞാനിയായിട്ടുള്ള ആള് ഞാനാണ്. രാജകുമാർ തീ മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹെ, തും ദോനോ മേരെ ആകെ മൂർഖു ഹോ. അപ്പം മൂന്നാമത്തെ ആള് പറയുകയാണ്, എന്റെ വീട്ടിലെ പണിക്കാർ പോലും പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നേക്കാളും അല്ലെങ്കിൽ എന്റെ മുന്നിൽ നിങ്ങൾ വെറും മണ്ടന്മാരാണ്, ഞാനാണ് അറിവുള്ളയാള്. तो राजकुमार एक यही बात है तो चलो പരീക്ഷ हो जाए. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു പരീക്ഷണം നടത്താം, നമ്മളിൽ ആരാണ് ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ആള് എന്നറിയാനായിട്ട്. യഹി ബാത് ഹെ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. അപ്പൊ രാജകുമാർ മൂന്നാമത്തെ ആൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അറിവിന്റെ തെളിവ് അത് നിങ്ങൾ തെളിയിക്കാൻ പറയുകയാണ്. ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹെ, മൂർക്ക് കോ നഹി. അപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, അറിവ് തെളിയിക്കുന്നത് അറിവുള്ളവരുടെ അടുത്താണ്, വിഡ്ഢിയായ ആളുകളുടെ അടുത്തല്ല എന്ന്. അപ്പൊ രാജകുമാർ മൂന്നാമത്തെ ആൾ പറയാണ്, തും മേരാ അപമാൻ കർ രഹേ ഹോ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. अपने ज्ञान का परिचय दो, नहीं तो हम तुमको दंड देंगे. അപ്പോ ഒന്നാമത്തെ രാജകുമാരൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അറിവിന്റെ തെളിവ് അത് തെളിയിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ശിക്ഷ വാങ്ങിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുക. രാജകുമാർ ദോ इधर उधर देखता है, उसे किसी जानवर की हड्डियां पड़ी दिखाई देती है. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ അവിടെ ചുറ്റും പരതുമ്പോൾ അവിടെ ഏതോ ഒരു മൃഗത്തിന്റെ എല്ല് അവിടെ കിടക്കുന്നത് കാണുകയാണ്. അപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ, ഏ ഹഡിയാം ദേഖ് രഹേ ഹോ, ഈ എല്ലുകൾ കാണുന്നുണ്ടോ? അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, ഹാ. രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, മേ അപ്നെ ജ്ഞാൻ സെ ബതാ സക്താ ഹൂം കി യേ ഹഡിയാം ഷേർ കി ഹെ. അപ്പോ രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, ഞാൻ എന്റെ അറിവിലൂടെ എനിക്ക് പറയാൻ സാധിക്കും ഈ എല്ലുകൾ ഒരു സിംഹത്തിന്റെയാണ് എന്ന്. മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, ബസ് യഹ് തോ മാമൂലി ബാത് ഹൈ, मैं तो अपने ज्ञान से इन हड्डियों का पर मांस, उनमें रक्त और उसे ऊपर खाल तक मढ़ सकता हूं. लो मैं मंत्र पढ़ता हूं. അപ്പോ മൂന്നാമത്തെ രാജകുമാരൻ പറയും, ഇത് ഏതിന്റെ ജീവിയുടെയാണ് എന്ന് പറയുന്നത് വെറും നിസ്സാരമായ കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ എന്റെ അറിവ് ഉപയോഗിച്ച് ഈ എല്ലുകളില് മാംസവും രക്തവും അതുപോലെ അതിന്റെ മുകളിലെ തൊലിയും എല്ലാം വെച്ച് ഇതിന് മന്ത്രം ഉപയോഗിച്ച് ഇതെല്ലാം എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ്. ഇപ്പൊ രാജകുമാർ 3 मंत्र पढ़ता है और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल आ जाती है. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുകയും അതിന്റെ ഫലമായിട്ട് ആ എല്ലിന്റെ മുകളില് ആ സിംഹത്തിന്റേതായ ആ എല്ലിന്റെ മുകളില് മാംസവും അതുപോലെ രക്തവും അതുപോലെ തൊലിയും എല്ലാം വന്ന്
ഉണ്ടാവുകയാണ്. അപ്പൊ രാജകുമാർ ഒന്നാമത്തെ അരേ ഹാ യോ തോ ഹോ ഗയ, അത് വന്നു കഴിഞ്ഞു. അപ്പൊ മൂന്നാമത്തെ രാജകുമാരൻ പറയും, മൂർഖ് അബ് തോ തും സംജേ മേ തും സബ്സേ ബഡാ വിദ്വാൻ ഹൂം. അപ്പൊ രാജകുമാരൻ 3 പറയുകയാണ്, മണ്ടന്മാരെ മനസ്സിലായോ, ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ എന്ന് മനസ്സിലായോ എന്ന്. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ ചോദിച്ചു, ഇതിൽ നിനക്കിനി ഇതിലെ ജീവൻ അല്ലെ പ്രാണനെ കൊടുക്കാനായിട്ട് സാധിക്കും? അപ്പോ മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, നഹി പാർ യോ തോ തും ഭി നഹി കർ സക്തേ, എനിക്ക് പറ്റില്ല, പക്ഷെ നിനക്കും അത് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ, മേ ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്താ ഹൂ. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, എനിക്കിതിൽ പ്രാണനെ കൊടുക്കാനും അല്ലെ ജീവനെ കൊടുക്കാനും എനിക്ക് സാധിക്കും. അപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, പർ ഏസ മത് കർണ, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ക്യൂ, എന്തുകൊണ്ട്? ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗ, അങ്ങനെ ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിംഹം നമ്മളെ ഭക്ഷിക്കും. पर मुझे सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूं. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ പറയും, പക്ഷെ എനിക്ക് തെളിയിക്കണം, നിങ്ങൾ രണ്ടുപേരെക്കാൾ അറിവുള്ള ആള് ഞാനാണ് എന്ന് എനിക്ക് തെളിയിക്കണം. രാജകുമാർ തീൻ, നഹി നഹി ഷേർ ഹമേ ഖാ ജായേഗ, പക്ഷെ അത് പാടില്ല, കാരണം അങ്ങനെ ജീവൻ കൊടുത്താൽ ഈ സിംഹം നമ്മളെ ഭക്ഷിക്കും. राजकुमार एक मंत्र पढ़ता है और शेर जीवित हो जाता है. शेर दहाड़ कर उनकी तरफ बढ़ता है, वे बचने की कोशिश करते हैं. പക്ഷേ അവർ പറയുന്നത് കേൾക്കാതെ ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുകയും അതിന്റെ ഫലമായി ആ സിംഹത്തിന് ജീവൻ വെക്കുകയും ചെയ്യുകയാണ്. ജീവൻ വെച്ച സിംഹം അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ ഈ രാജകുമാരന്മാർ രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തുകയാണ്. अब हम बच नहीं सकते. അപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. ഷേർ ഹമേ ഖാഹി ജായേഗ, ഈ സിംഹം നമ്മളെ ഭക്ഷിക്കുക തന്നെ ചെയ്യും. അരേ വഹു ദേഖോ കോൻ ആ രഹാ ഹൈ. അപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ, ഇവിടെ നോക്കിക്കേ, അത് ആരാ വരുന്നേ? അരേ വഹു തോ ഗുരുജി ഹേ. അതെ, അത് നമ്മുടെ ഗുരുജിയാണ്, നമ്മുടെ ഗുരുവാണ് വരുന്നത്. ഗുരുജി പാസ് ആ ജാത്തെ. അപ്പോഴത്തേക്കും ഗുരുജി അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. രാജകുമാർ തോ ഗുരുജി ഹം ലോക് സങ്കട് മേ പട് ഗയേ ഹേ. ഇപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, ഗുരുജി ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഗുരു മേ ജാൻതാ ഹൂ. ഇപ്പൊ ഗുരു പറഞ്ഞു, എനിക്കതറിയാം. രാജകുമാർ, ഗുരുജി ഹമാരി ജാൻ ബച്ചായി. ഇപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ പറയുന്നു, ഗുരുജി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും എന്ന് പറയുകയാണ്. അപ്പൊ ഗുരു, മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. അപ്പോ ഗുരു അവരോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം, വളരെയധികം അഹങ്കാരം, അറിവിന്റെ അഹങ്കാരമുണ്ടെന്ന്. അതുകൊണ്ട് ഈ അറിവിലുള്ള അഹങ്കാരം വലിയ അപകടം വരുത്തിവെക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിറകെ വരുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ, ഗുരുജി മുझसे बड़ी गलती हो गई, शेर हम सबको खा जाएगा. അപ്പൊ ഒന്നാമത്തെ രാജകുമാരൻ പറയുകയാണ്, എനിക്ക് വലിയ തെറ്റുപറ്റി, ഈ സിംഹം ഞങ്ങളെ ഇപ്പോ ഭക്ഷിക്കും എന്ന്. ഗുരുജി, अब मैं अपने ज्ञान से इस शेर को बकरी बना दूंगा. അപ്പൊ ഗുരുജി പറഞ്ഞു, ഞാൻ എന്റെ അറിവ് ഉപയോഗിച്ച്, മന്ത്രം ഉപയോഗിച്ച് ഈ സിംഹത്തെ ഒരു ആടാക്കി മാറ്റാം എന്ന് പറയാം. ഗുരു മന്ത്ര പഠിത്താ ഹേ ഷേർ ബക്കരി ബൻ ജാതാ ഹേ. അപ്പൊ ഗുരു മന്ത്രം ചെല്ലുകയും അതിന്റെ ഫലമായിട്ട് ആ സിംഹം ഒരു ആടായി മാറുകയും ചെയ്തു. ഓർ മിമിയാനെ ലഗ്താ ഹേ. മിമിയാനെ ലഗ്ന മീൻസ് മേ ആട് കരയുന്ന ശബ്ദമാണ് മിമിയാന്. അപ്പം അത് ഗർജിച്ചുകൊണ്ടിരുന്ന സിംഹം കരയാൻ തുടങ്ങി, ആട് കരയുന്ന പോലെ കരയാൻ, അല്ലെ ആടായി മാറിയത്. ഗുരുജി, शिष्यो ध्यान रहे, वह ज्ञान जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए ही होता है.
അപ്പോൾ ശിഷ്യരോട് ഗുരുജി പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് യഥാർത്ഥമായ ജ്ഞാനം എന്നുള്ളത്. യഥാർത്ഥമായ ജ്ഞാനം എന്നുള്ളത് അതൊരിക്കലും മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്നതൊന്നും യഥാർത്ഥമായ ജ്ഞാനമല്ല. യഥാർത്ഥമായ ജ്ഞാനം എപ്പോഴും എന്താണ്? ദുസബ്കി ഫലായിക്ക് ലിഹിയോത്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അത് വാക്കിലൂടെയായാലും പ്രവൃത്തിയിലൂടെയായാലും ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ഈ പ്രപഞ്ചത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ ജ്ഞാനമായി മാറുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെയും മറ്റുള്ളവരുടെയും ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം അജ്ഞതയുമാണ്, അജ്ഞാനമാണ്. സഭി അഭിനേത ഏക് സാത്ത് കൈ ബാർ കഹത്തെ ഹെ. അപ്പൊ അതിലെ എല്ലാ ക്യാരക്ടേഴ്സും, ഇതൊരു നാടകമാണെന്ന് അറിയാമല്ലോ, എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് പറയുകയാണ് ജ്ഞാൻ തോ സബ്കി ഫലായ് കെ ലിയേ ഹി ഹോത്താ ഹൈ, ജ്ഞാൻ ഹി തോ സബ്കി ഫലായ് കെ ലിയേ ഹോത്താ ഹൈ. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് യഥാർത്ഥമായ അറിവ് എന്നുള്ളത്. അപ്പോൾ ഇത് ഈ നാടകം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. യഥാർത്ഥമായ അറിവ് നമ്മൾ പഠനം നേടുന്നതോ ജോലി നേടുന്നതോ ആരോഗ്യം നേടുന്നതോ ഒന്നുമല്ല, മറിച്ച് യഥാർത്ഥമായ അറിവ് നമ്മിലൂടെ മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ അറിവ് യഥാർത്ഥ അറിവായി മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം സ്വയം ഒരു ഉപകാരമുള്ള വ്യക്തികളായി മാറണം. അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ അറിവുള്ള ജ്ഞാനികളായ വ്യക്തികളായി മാറുന്നത്. അതായത് ഒത്തിരി പഠിച്ചാലോ അറിവ് നേടിയാലോ PhD നേടിയാലോ ഒന്നും നമ്മൾ ഡോക്ടറേറ്റ് നേടിയാലോ ഒക്കെ നമ്മൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ എന്താണ് ഗുണം? നമ്മൾ നേടുന്ന അറിവുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മുടെ നാടിനും വീടിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ നന്മ ഉണ്ടാവുമ്പോഴാണ് അറിവ് യഥാർത്ഥമായ അറിവായി മാറും. അപ്പോൾ ഈ വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.